കേരളം എന്നാക്കിയത് NDA സർക്കാർ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊച്ചിയിൽ ധീവരസഭ സുവർണ ജൂബിലി സമാപന സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ അനുഗ്രഹം തേടാനായാണ് താൻ കേരളത്തിലെത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് അഭിവാദ്യം അർപ്പിച്ചാണ് മോദി തന്റെ പ്രസംഗം ആരംഭിച്ചത്. മത്സ്യത്തൊഴിലാളി സമൂഹം സമുദ്ര അതിർത്തി കാക്കുന്നവരാണ്. പ്രളയകാലത്തെ സേവനങ്ങളും മോദി ഓർത്തെടുത്ത് പരാമർശിച്ചു. ജീവൻ പണയപ്പെടുത്തിയാണ് ഇവർ ദുരന്തമുഖത്തേക്ക് ഇറങ്ങിയത്. മത്സ്യത്തൊഴിലാളികൾക്കായി വിവിധ പദ്ധതികൾ നടപ്പാക്കി. മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക മന്ത്രാലയം തുടങ്ങിയെന്നും മോദി ചൂണ്ടിക്കാട്ടി. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ദേശീയപാത ഉദ്ഘാടന ചടങ്ങിലേക്ക് വിളിക്കാത്തതിൽ പ്രതിഷേധിച്ച് സമാന്തര ഉദ്ഘാടനം. ദേശീയപാത 1 റീച്ച് ജനകീയമായി തുറന്നു നൽകിയത് CH കുഞ്ഞമ്പു MLA ആണ്. ദേശീയപാതയിൽ കാസർഗോഡ് നുള്ളിപ്പാടിലായിരുന്നു സമാന്തര ഉദ്ഘാടനം. കൊച്ചിയിൽ പ്രധാനമന്ത്രി ലാൻഡ് ചെയ്യും മുമ്പായിരുന്നു സമാന്തര ഉദ്ഘാടനം. മുഖ്യമന്ത്രിയും ക്ഷണം ലഭിച്ച 2 മന്ത്രിമാരും പ്രധാനമന്ത്രിയുടെ ചടങ്ങിൽ പങ്കെടുക്കില്ല. പരിപാടിയുടെ അറിയിപ്പ് കിട്ടിയത് ഇന്നലെയാണെന്നും മണ്ഡലത്തിൽ വേറെ പരിപാടികൾ ഉള്ളതുകൊണ്ട് പങ്കെടുക്കില്ലെന്നും മന്ത്രി MB രാജേഷ് അറിയിച്ചു. ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് അസൗകര്യമുണ്ടെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടിയും പ്രതികരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നിർണായക തെളിവുകൾ പുറത്ത്. ദേവസ്വം ബോർഡ് മിനിറ്റ്സിൽ തിരുത്തൽ വരുത്തിയത് മുൻ ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ആണെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. കേസിലെ പ്രധാന തെളിവായ 2019 യോഗത്തിലെ മിനിറ്റ്സ് പകർപ്പിലാണ് അട്ടിമറി നടന്നിരിക്കുന്നത്. ശബരിമല ശ്രീകോവിലിന്റെ കട്ടിളയിൽ പൊതിഞ്ഞിരിക്കുന്ന പിത്തള ഭാഗങ്ങളിൽ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമാണ് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയത്. എന്നാൽ ഇതിൽ പിത്തള എന്ന വാക്ക് വെട്ടിത്തിരുത്തി ചെമ്പ് എന്ന് മാറ്റുകയായിരുന്നു. സ്വർണ്ണക്കൊള്ളയ്ക്ക് മറപിടിക്കാനായാണ് ഈ തിരുത്തൽ വരുത്തിയതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനകത്ത് വെച്ച DYFI നേതാക്കളും പോലീസുകാരും തമ്മിൽ സംഘർഷം. കസ്റ്റഡിയിലുള്ള പ്രവർത്തകരോട് അനുമതിയില്ലാതെ DYFI നേതാക്കൾ സംസാരിച്ചത് ഉദ്യോഗസ്ഥർ തടഞ്ഞതോടെ തർക്കമുണ്ടാവുകയായിരുന്നു. പിന്നാലെ പരസ്പരം പോർവിളിയായതോടെ സംഭവ സംഘർഷത്തിലേക്ക് നീങ്ങി. മുതുവിലക്കാട്ടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കഴിഞ്ഞ ദിവസം DYFI RSS പ്രവർത്തകർ തമ്മിലുണ്ടായ തർക്കം സംഘർഷത്തിലേക്ക് നീങ്ങിയിരുന്നു. മന്ത്രി KP ഗണേഷ് കുമാറിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കുന്നു. തിരുവനന്തപുരത്ത് മന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങി. തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിലെത്തിയ പ്രവർത്തകർ KSRTC ബസ്സുകളിൽ ഗണേഷ് കുമാറിനെതിരായ പോസ്റ്ററുകൾ ഒട്ടിച്ച് പ്രതിഷേധിച്ചു. തുടരണോ ഈ കോഴി മന്ത്രി എന്നെഴുതിയ പോസ്റ്ററുകളാണ് ഒട്ടിച്ചത്. പോലീസുമായി പ്രവർത്തകർ വാക്കേറ്റ് നടത്തി. തുടർന്ന് ഉന്തും തള്ളുമായി. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിലേക്ക് നയിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ബസ്സുകളിൽ ഒട്ടിച്ച പോസ്റ്റർ പോലീസ് കീറിയതോടെ വാക്കുതർക്കമായി. പോലീസും പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളിയായി. പോലീസുകാരെ മർദ്ദിച്ച പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് ശ്രമിച്ചപ്പോൾ മറ്റു പ്രവർത്തകർ ഇത് തടഞ്ഞു. പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് നീക്കം ചെയ്യാനുള്ള ശ്രമത്തിനിടെ വീണ്ടും സംഘർഷമുണ്ടായി. മന്ത്രി ഗണേഷ് കുമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം.